ചിറയൻകീഴിൽ രമ്യ ഹരിദാസ് തോറ്റാൽ പാപഭാരം തന്റെ തലയിൽ വയ്ക്കും എന്ന് അറിയാവുന്നതുകൊണ്ടാണ് പാർട്ടി മാറിയത് എന്ന് മുൻ കോൺഗ്രസ് നേതാവും ബി.ജെ.പി. സ്ഥാനാർത്ഥിയുമായ BS അനൂപ് പറയുന്നത്. 12 മണ്ഡലം പ്രസിഡന്റുമാരും രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് പറഞ്ഞിട്ടും അടൂർ പ്രകാശ് കേട്ടില്ല. ബി.ജെ.പിയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ബി.ജെ.പിക്കാരനാക്കിയത് കോൺഗ്രസ് നേതാക്കളാണെന്നും അദ്ദേഹം പറഞ്ഞു. AK സ്റ്റെഫിന്റെ റിപ്പോർട്ട് കാണാം. സാധാരണ ഇടതുപക്ഷത്തിന്റെ കോട്ട എന്നറിയപ്പെടുന്ന ചിറയൻകീഴ് മണ്ഡലത്തിൽ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മുന്നണി സമവാക്യങ്ങളൊക്കെ ആകെ മാറിമറിഞ്ഞ ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണ്. UDF സ്ഥാനാർത്ഥിയായിരുന്ന BS അനൂപ് ഇപ്പോൾ BJPക്കൊപ്പമാണ് എത്തിയിരിക്കുന്നത്. രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങൾ അതൊക്കെയാണ് ഇത്തരത്തിലുള്ള കാരണങ്ങളായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. എന്തുകൊണ്ടാണ് BS അനൂപ് പാർട്ടി മാറി BJPയിലേക്ക് വന്നത്? പൊടുന്നനെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഒട്ടനവധി വിഷയങ്ങളുണ്ടായ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായത് ചിറയൻകീഴായിരുന്നു. എന്നാൽ ചിറയൻകീഴ് തന്നെയാണ് ആദ്യം തന്നെ അനൗൺസ് ചെയ്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പിന്നീട് ഒന്നും മിണ്ടിയില്ല. ഒരു നേതാക്കന്മാരും എന്നെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടുമില്ല. പിന്നീട് സ്ഥാനാർത്ഥി വന്നു, UDFന്റെ യോഗം വിളിക്കുന്നു, എന്നെ അറിയിക്കുന്നില്ല. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ യോഗം വിളിക്കുന്നു, എന്നെ അറിയിക്കുന്നില്ല. എന്നെ ഏറ്റവും കൂടുതൽ അവഗണിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഒരു വികാരം വന്നപ്പോൾ ഇനി ഇവിടെ നിന്നാൽ ഇവരെല്ലാവരും കൂടി രമ്യയെ പരാജയപ്പെടുത്തിയാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കുന്ന തരത്തിലേക്ക് പോകും എന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് ആ പാപഭാരം എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മാറിയത്. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിരുന്നു ഇപ്രാവശ്യം സ്ഥാനാർത്ഥിയാക്കാം? അങ്ങനെ ആരാണ് ഉറപ്പ്? നേതാക്കന്മാർ എല്ലാ സർവേകളിലും എന്നോട് പറഞ്ഞത് അനൂപിൻ്റെ പേരിന് പ്രയോറിറ്റി ഉണ്ട്, ഒരു കാരണവശാലും അതിന് മാറ്റം ഉണ്ടാകില്ല എന്നാണ് എന്നോട് അറിയിപ്പ് കിട്ടിയത്. ഇവർ ആദ്യമേ എന്നോട് പറയുകയാണ് അനൂപ് ഇത്തവണ മാറി നിൽക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ കൃത്യമായും പാർട്ടി അച്ചടക്കപ്പെട്ടുള്ള പാർട്ടി പ്രവർത്തനം തന്നെ ഞാൻ സ്മരിക്കുമായിരുന്നു. ഇതെല്ലാം മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അവസാന നിമിഷം പറയുന്നു, അത് എന്നോട് ആലോചിച്ചിട്ട് പോലുമില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. രമ്യ ഹരിദാസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ആരാണ്? MP ആണോ? അടൂർ പ്രകാശാണോ? നമുക്കറിയാം, ഞാനത് നേരത്തെ സൂചിപ്പിച്ചില്ല. ഇനിയിപ്പോൾ അത് ഇനി എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. 12 മണ്ഡലം പ്രസിഡന്റുമാരും പറഞ്ഞു ഇത് പുനരാലോചിക്കണം എന്ന് പറഞ്ഞിട്ട് കേൾക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അതിനകത്ത് ഒരു ആളുടെ ഇടപെടലുള്ളത് കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ അനൂപ് ഇങ്ങനെ ഒരു പാർട്ടി മാറി BJPയിലേക്ക് വരുമ്പോൾ അവിടെ UDFന്റെ ഒരു ഏകീകരണം അല്ലെങ്കിൽ പാർട്ടിക്കകത്തൊരു കെട്ടുറപ്പ് കൂടില്ലേ? അത് UDFന് അനുകൂലമായില്ലേ? അപ്പോൾ UDFനെ സഹായിക്കുന്നതാണോ ഈ നീക്കം? UDFനെ സഹായിക്കാനല്ല, ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞ ഇത്തരം കാര്യങ്ങളിലും എനിക്കുണ്ടായ ബുദ്ധിമുട്ട് ഞാൻ അവരുടെ നേതൃത്വത്തെ അറിയിച്ചിട്ടാണ് ഞാൻ ചെയ്തത്, അല്ലാണ്ട് രഹസ്യമായി ഓടി ചെയ്തതല്ല. പക്ഷേ ഞാൻ BJPയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ BJPക്കാരനാക്കിയത് ഇവിടുത്തെ പാർട്ടി നേതൃത്വമാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നേരിട്ട അവഗണന അതാണ് ഇത്തരത്തിൽ പാർട്ടി മാറാൻ കാരണമായത് എന്നും വ്യക്തമാക്കുന്നു. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.